ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, എന്തോ കുറച്ചൊരു മടി പിടിച്ചു. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ഇടാത്ത. ഇന്നത്തെ ഞാൻ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ ഇന്ന് വാവ് നമ്മുടെ വീട്ടിൽ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരിച്ചുപോയ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓർക്കുന്ന ഒരു ദിവസം. എല്ലാ ദിവസവും അവരെ ഓർക്കലുണ്ട്, എന്നാലും അവർക്ക് വേണ്ടി ബലി സമർപ്പണം അങ്ങനെയൊക്കെയുള്ള ഞാൻ ബലിയിടാൻ പോകുന്നില്ല, എന്നാലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാവ് ഒരിക്കലെടുക്കലുണ്ട്. അമ്മ പോയിട്ട് 9 വർഷം കഴിഞ്ഞു. അപ്പോൾ വാവ് ഒരിക്കലെടുക്കും ഞാൻ. ബലിയിടാൻ പോകാൻ അമ്പലത്തിലൊക്കെ പോയി വണ്ടിയൊക്കെ ആക്കി പോയി, പിന്നെ ബലിയിടാൻ എനിക്ക് പറ്റില്ല. അതെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ബലിയിട്ടില്ല. എന്നാലും അമ്മയെ ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഈ ദിവസം ഞാൻ ഒരിക്കലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മളുടെ വാവ് ഒരുക്കുമ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്ന വെച്ചാൽ കുടുംബക്കാർ എല്ലാവരും ഒത്തുകൂടിയിട്ട് മരിച്ച അവർക്ക് വേണ്ടി വിളക്കൊക്കെ കത്തിച്ചിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിന് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉച്ചക്കത്തെ ഇലയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് കാക്കയൊക്കെ വന്ന് നമ്മൾ വെച്ച് ചോറൊക്കെ കാക്കയൊക്കെ തിന്ന് നമ്മളെ പ്രിയപ്പെട്ടവരെ ആത്മാക്കൾ വന്ന് അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ല. എന്തെങ്കിലും ഈ ദിവസം ഈ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാം. നമുക്ക് എല്ലാവരും നിങ്ങളുടെയൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കർക്കിടക വാവിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ബോക്സിലിടണേ. എന്തായാലും എൻ്റെ കർക്കിടക വാവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവരും ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ്. പെങ്ങളും മരുമക്കളും എല്ലാവരും ഉണ്ട്. മരുമക്കൾ എന്ന് പറഞ്ഞാൽ പെങ്ങളെ മക്കളെയാണ് നമ്മൾ മരുമക്കളെന്ന് പറയാം. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ആചാരങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും നോക്കിയിട്ടൊന്ന് പറയണേ. കർക്കിടക അടിയന്തരം എന്ന് പറയുന്നത് നമ്മളിവിടെ കർക്കിടക വാവിൻ്റെ ഒരുക്കങ്ങൾ. ബന്ധുക്കളൊക്കെ വന്നിട്ട് തറവാട്ട് വീട്ടിലായിരിക്കും എല്ലാവരും ആഘോഷിക്കുക ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ ആക്കി അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാനും ബിജുവേട്ടൻ റൂമിലിരിക്കുന്നുണ്ട്. ഓരോരുത്തർ വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ. കുറേ നാൾ കൂടിയിട്ട് എല്ലാവരും കണ്ടു കിട്ടുമ്പോഴൊരു സന്തോഷമില്ലേ, അതാണ്. കുട്ടികളൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഇത് ഇളയപ്പനാണ്, അമ്മമ്മേൻ്റെ ഇത് അമ്മമ്മ, മറ്റേ അനിയത്തിൻ്റെ ഭർത്താവ്, ഇത് പെങ്ങളെ മക്കളാണ്. എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. ഏച്ചിയും പിന്നെ ഏച്ചിൻ്റെ മോളെല്ലാം കൂടി അടുക്കളയിൽ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളാണ്. എല്ലാവരും ഇവിടുന്ന് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഒത്തുകൂടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ. ഇതിൻ്റെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്നവർ വീഡിയോ എടുക്കുന്ന എല്ലാവരും കൂടി കൂടിയിട്ടിട്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഞാനിങ്ങനെ എൻ്റെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ബിജുവേട്ടൻ്റെ കസിനാണ്, അതിപ്പോൾ പെങ്ങളെ മോള് ഏച്ചി, ഇത് ബിജുവേട്ടൻ്റെ ഇളയ അനിയത്തി അവൾ പ്ലാത്രയാണ്, കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. പക്ഷെ എല്ലാവരും വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, ആളൊഴിഞ്ഞ് ഉത്സവപ്പറമ്പ് പോലെയാണ്. അത്രയും കളിച്ച് ചിരിച്ച് എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ആണുങ്ങൾ സംഘമെല്ലാം കൂടി ഒത്തുകൂടി റൂമിൽ, ഇത് നമ്മളെ ബെഡ്റൂമാണ്, എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഇങ്ങനെ അവരുടേതായ ലോകത്ത് ഫുഡ് കഴിക്കാൻ സമയത്തിന് അവർക്ക് വന്നാൽ മതിയല്ലോ. അപ്പോൾ അവരുടെ ടൈം പാസ് അവരിങ്ങനെ കഴുത കളിക്കാൻ നോക്കുന്നുണ്ട്. ഫുഡാകുന്നവർ അവർക്ക് ബോറടിക്കൂലേ, അപ്പോൾ അവരുടേതായ ലോകത്ത് ഉണ്ട് കളിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഒരുവിധം എല്ലാം ഓക്കെ ആയി. എല്ലാവരും ഇനി കട്ട വെയിറ്റിങ്ങിലാണ് ഭക്ഷണം കഴിക്കാൻ. കാരണം വെച്ചാൽ രാവിലെ ഇവർക്കൊന്നും വാവരിക്കലില്ല. എനിക്കും അമ്മമ്മക്കും മാത്രമേ വാവരിക്കലുള്ളൂ. എനിക്ക് എൻ്റെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അമ്മമ്മയുടെ അച്ഛന് വേണ്ടിയിട്ടും ആങ്ങളമാർക്ക് വേണ്ടി അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. പിന്നെ ഉച്ചക്കത്തിന് ചോറ് കഴിക്കുക. അതുകൊണ്ടെല്ലാം കുറച്ച് നേരത്തെ കഴിക്കും. ഇത് നമ്മളെ സ്മിത അനിയത്തി, അപ്പം അച്ഛൻ ബിജുവേട്ടൻ്റെ അച്ഛനായത്. അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് കഴിക്കാൻ സമയമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയില്ലേ. ഇനി ഉച്ചക്ക് കഴിച്ചാൽ പിന്നെ രാത്രി അരിയാഹാരം കഴിക്കില്ല കേട്ടോ. എന്തെങ്കിലും ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കുക. അപ്പം ഉച്ചയായി, 1 മണിയായി. ചോറ് വിളമ്പുന്നു. വാവ് ഒരിക്കലെടുത്ത ആൾക്കാർക്കാണ് ആദ്യം നമുക്ക് വിളമ്പി കഴിഞ്ഞിട്ടാണ് മറ്റെല്ലാവർക്കും കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ആചാരങ്ങൾ. നമുക്ക് ഫസ്റ്റ് തരണം എന്നൊക്കെയാണ് അതിൻ്റെ ഇത്. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം വിളമ്പുന്ന തിരക്കിലാണ്. സാമ്പാർ, കൂട്ടുകറി, തോരൻ അതൊക്കെ ആയിട്ട്. ചക്കയാണ് കേട്ടോ കൂട്ടുകറി. ചക്കയും കടലയും കൂടിയാണ് കൂട്ടുകറി വെച്ചത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പൊതുവേ ഇങ്ങനെ ഇലയിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഓണം വിഷുവൊക്കെ ആകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ ഇലയിൽ പൊതിച്ചോറൊക്കെ ആക്കി തരാം. ഞാൻ വീട്ടിൽ പോയിട്ടാകുമ്പോൾ എൻ്റെ മോള് ചക്കര ഏച്ചിയുടെ മോൾ എനിക്ക് പൊതിച്ചോറാക്കി വെക്കും ഇലയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് കഴിക്കുക. എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് സ്പൂൺ കൊണ്ട് ഇലയിൽ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ എനിക്കതൊക്കെ ശീലമാണ് കേട്ടോ. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ സ്പൂൺ കൊണ്ടല്ലേ ഫുഡ് കഴിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയായാലും സ്പൂൺ കൊണ്ട് ഫുഡ് കഴിക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല. ഇലയിൽ ഞാൻ കോരി കഴിക്കും. ഒരു വറ്റ് പോലും പുറത്ത് പോവാതെ ഞാൻ ഫുഡ് സ്പൂൺ കൊണ്ട് കോരി കഴിക്കും. അങ്ങനെ മീനൊക്കെ സ്പൂൺ കൊണ്ട് തന്നെയാണ് പൊളിച്ച മുള്ളൊക്കെ കളഞ്ഞിട്ട് മറ്റുള്ളവർ കഴിക്കുന്നേക്കാളും സുഖമായിട്ട് കഴിക്കും. ഇത് ഇളയമ്മയും ഇളയപ്പനും അമ്മമ്മേൻ്റെ അനിയത്തിയും അനിയനാണ്. അവർക്ക് ഇലയിൽ കഴിക്കാൻ പറ്റില്ല സ്പൂൺ കൊണ്ട്. അമ്മമ്മയുടെ അനിയത്തിയും അനിയത്തിൻ്റെ ഭർത്താവും. അപ്പോൾ അവരങ്ങനെ അതുകൊണ്ട് അവർക്ക് പാത്രത്തിൽ കൊടുത്തു. ഇത് കുട്ടിപ്പട്ടാളങ്ങൾ. കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടി രണ്ടാമത്തെ നിരയിൽ സ്ഥലം കുറവായതുകൊണ്ട് 2 ട്രിപ്പായിട്ടാണ് അവർ ഭക്ഷണം കഴിച്ചത്. അമ്മമ്മ ഇളയമക്ക് വാരി കൊടുക്കുന്നത് അനിയത്തിക്ക്. ഇളയമക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ട് കൈക്ക് സ്വാധീനം കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറേ സമയം കഴിക്കുമ്പോൾ ഇളയമക്ക് കൈക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മമ്മ ഇളയമക്ക് വാരി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ള ഒരു ആഘോഷങ്ങളും ഇതൊക്കെ ആകുമ്പോൾ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആഘോഷങ്ങളുണ്ടോ? വാവിന് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ പറയണേ. ഇത് ബലിയിടുന്നവർക്ക് ഇന്നലെയാണ് കേട്ടോ വാവ്. ബലിയിടുന്നവർക്ക് ഇന്നലെ വാവ് എടുത്തിട്ട് ഇന്ന് ബലിയിടാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി ബലിയിടും. നമുക്ക് ബലിയിടാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇന്നാണ് നമുക്ക് വാവ് ഒരിക്കൽ. അങ്ങനെയാണ് അതിനെല്ലാം ഇന്നലെ എടുക്കുന്നവരുണ്ട്. 2 ദിവസമായിട്ടാണ് എടുക്കുന്നത്. ബലിയിടുന്നവരൊക്കെ ഇന്നലെ എടുക്കും, നമ്മൾ ഇന്നെടുത്തു. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഓരോരുത്തർ സംസാരിച്ചിരുന്നു. നമ്മൾ വരുമ്പോൾ ഭയങ്കര സന്തോഷം, പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നത് വിഷുവിനാണ്. വിഷു ദിവസമാവണം ഇനി എല്ലാവരും. വിഷു അല്ല കേട്ടോ, ഓണമാവണം ഇനി എല്ലാവരും ഒത്തുകൂടിക്കൽ. ഓണത്തെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും കേട്ടോ. കുറേ ആയി എൻ്റെ വീട്ടിലോട്ട് പോയിട്ട്. അപ്പോൾ ഓണത്തിന് ഏച്ചിയും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകും. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻസ് എഴുതാം. ഓക്കെ.